ബി ജെ പിയിൽ എന്തുകൊണ്ട് പ്രവർത്തിക്കണില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രവർത്തിക്കാനായിട്ട് നമുക്കൊരു നല്ല നേതാവ് ഉണ്ടാവണം ബി ജെ പിയിൽ. കേരളത്തിൽ നല്ല നേതാവില്ല. ചോദിച്ചപ്പോ ഇന്നസെന്റ് എന്ന് പറഞ്ഞത് ഫോണിൽ കൂടെ, നീ തിലകന്റെ കൂടെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ തിലകന്റെ കൂടെ ആണോ? ഞാൻ അത് വിളിച്ചു പറഞ്ഞു. അല്ല, നീ പറയില്ല, കാരണം നീ നല്ല തന്തയ്ക്ക് പറഞ്ഞു, അതുകൊണ്ട് പറയില്ല. ഞാൻ അനീഷിന് വേണ്ടി പ്രസംഗിച്ച തൃശ്ശൂര് 4 സ്റ്റേജിൽ 4.5 മണിക്കൂർ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു കാര്യവുമില്ലാതെ മൊയ്തീനെതിരെ ചുമ്മാ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവസാനം എനിക്ക് കാര്യം നടത്തി തന്നത് മൊയ്തീനായിരുന്നു. ഞാൻ ആരെയാണ് തല്ലിയിട്ടുള്ളതെന്ന് പറയാമോ? ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ നടി മേടിച്ചത് പറയാമോ? ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറെ ഞാൻ തല്ലിയത് പറയാമോ? അത് പറയണം. കേട്ടത് വെച്ചിട്ട് സംസാരിക്കരുത്. അതെനിക്ക് Happy peanut butter, a healthy source of protein. ഏപ്രിൽ 18 അത് ബാലേന്ദ്ര മേനോന്റെ പടം. സാധാരണ ഈ ബാലേന്ദ്ര മേനോനിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വലിയ പാടെന്നാണ് പറയുന്നത്. സുഹൃത്തായിരുന്നു അല്ല, എങ്ങനെയായിരുന്നു? ഇദ്ദേഹം അവിടെ ഗീത്തിലുണ്ടാവാറുണ്ട്. ഞാൻ ആദ്യത്തെ പടം കഴിഞ്ഞതിന് ശേഷം എന്റെ വിചാരം എന്തോന്ന് വെച്ചാൽ, ഒരു സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, സിനിമ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത്. ഒരു പടവും വരുന്നില്ല. അപ്പം ഞാൻ മൈൻഡ് ചെയ്യുന്നുമില്ല. ഞാനിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. പരീക്ഷ കഴിഞ്ഞല്ലേ. അപ്പൊ നോക്കുമ്പോ ഓരോരുത്തർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വേറെ പടം ഇല്ലേ? തിരുവനന്തപുരത്ത് ഒരു ലൈൻ ഉണ്ടല്ലോ, വേറെ പടങ്ങളൊന്നും ഇല്ലേ? ഞാൻ പറഞ്ഞില്ല, കിട്ടൂല്ലേ. അപ്പൊ കിട്ടൂലല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അത്രയ്ക്ക് ബോറനാണോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലും. അങ്ങനെ ഇവിടെ വരുന്ന ഡയറക്ടേഴ്സൊക്കെ എവിടെയാണ് എന്നൊക്കെ നോക്കിയിട്ട്, അപ്പൊ ഗീത്തിലാണ് ഇദ്ദേഹം. അതുപോലെ ഒരിക്കൽ ഗീത്തില് ജോഷി ചേട്ടൻ വന്ന് ഗീത്തി താമസിക്കുന്ന സമയത്ത് ഞാൻ പോയി കണ്ടതാണ്. ഞാൻ ഇന്നാലാണ് ഇന്ന പടം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി കണ്ട് അതിൻ്റെ സ്റ്റില്ലും ഒക്കെ വെച്ച് ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ബാലേന്ദ്ര മേനോൻ പറഞ്ഞിരുന്നു. അദ്ദേഹം ഒന്നുമില്ല, ഷൂട്ട് ഇന്ന ദിവസം എന്ന് പറഞ്ഞു, വന്ന് ഷൂട്ടിന് പോയി ചെയ്തു. അന്ന് മറ്റേ കടയടിച്ച് ഇങ്ങനെ നേരത്തെ സാധനമായിരുന്നു, എൻ്റെ കൈയൊക്കെ മുറിഞ്ഞു പോയി. ഇതിൽ 11 തയ്യലുണ്ട്, വിരലിങ്ങനെ മുറിഞ്ഞ് തൂങ്ങിപ്പോയി. മണിയമ്പിള്ള രാജു ഒന്ന് പിടിച്ചത് കറങ്ങിയിട്ട് താഴേക്ക് പോയി. പിന്നെ ഇത് കെട്ടി സ്റ്റിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ഗീത്തി തന്നെയാണ് കിടന്നത്, വീട്ടിൽ പോവാതെ. കൈ ഇങ്ങനെ പൊക്കി വെച്ച് പിടിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രാജൻ ശങ്കരാടി ഇല്ലേ, മരിച്ചുപോയി. രാജൻ ശങ്കരാടി എന്ന പുള്ളിയുടെ അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയം പുള്ളി ഇങ്ങനെ പിടിച്ചു വെച്ച് കൂടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ കുറെ കാലം അത് കൊണ്ട് കിടന്നു ആ കെട്ട്. പിന്നെ ഏതോ സീനിൽ അത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മേനോൻചേട്ടന്റെ പടത്തില് ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ, അതിനും കിട്ടിയിട്ടുണ്ട് മുറിവ് സ്റ്റിച്ചും ഒക്കെ. അതെന്താണെന്നറിയില്ല, പുള്ളിയുടെ പടത്തിൽ ചില ഫൈറ്റ് ചെയ്യുമ്പോൾ കിട്ടും. ശാപമായിരിക്കും, അറിയില്ല. ദൈവത്തെ ഓർത്തിലും പുള്ളിയില്ലേ ഞാൻ പില്ല്, അതിനകത്തും ഉണ്ടാ. അതില് വേറെ മുറിവൊന്നുമില്ല. അത് മറ്റേ ആർ ഗോപിനാഥിന്റെ പടം. അതിലാണ് കൊട്ടാരക്കര ചേട്ടനുമായിട്ട് ഒരു ഷോട്ടിൽ അഭിനയിക്കാനുള്ള ഒരു യോഗം കിട്ടിയത്. എന്തൊരു ഭാഗ്യമാണ് ആ കാര്യത്തിൽ. എനിക്കൊന്ന് സത്യമാഷ് ജയന്റെ കാലത്തുള്ള ആളാണ്. അതെ. അപ്പൊ അതിന്റെ ഒരു ഷോട്ടെങ്കിലും കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സംഭവമല്ലേ. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ 3 തലമുറയിൽ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ. സായിയുടെ കൂടെ, ശോഭയുടെ കൂടെ, പിന്നെ ബിനുവിന്റെ കൂടെ ഫൈറ്റും കൂടെ ചെയ്തു. 82 സിനിമയില് വന്നു. 82 ജൂൺ 7. അതുവരെ ഓർമ്മയുണ്ട് കൃത്യമായിട്ടല്ലേ. അത് കഴിഞ്ഞിട്ടൊരു ചെറിയ വേഷങ്ങൾ, ഭയങ്കര വലിയ വേഷങ്ങളൊന്നും പറയാനായിട്ട് ഒന്നുമില്ല. ഒരു പക്ഷേ ചേട്ടന്റെ കരിയറിന് ഒരു ബ്രേക്ക് ആയത് കെ മധുവിന്റെ 20-ാം നൂറ്റാണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത് അതുമല്ല. ശരിക്കും ഇത് ഏപ്രിൽ 18 കണ്ടിട്ട് ഒരു ആക്ട്രസ് ലക്ഷ്മിയുടെ ഒരു പടം ഉണ്ടായിരുന്നു. അപ്പൊ അവര് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ പോയി അവരെ കണ്ടിരുന്നു. ഞാൻ അവരുടെ വീട്ടിൽ പോയി, മോഹനും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ പോയിട്ട് കണ്ടിട്ട് അങ്ങനെയാണ് എന്നെ ഇവിടെ തുടങ്ങുന്നില്ല വില്ലനായിട്ട് എടുക്കുന്നത്. അത് മേനോൻ ചേട്ടനാണ് എന്നെ വിളിച്ച് പറയുന്നത്, പോയി കാണുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയും അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള അല്ലേ. അങ്ങനെയാണ് അതിൽ വില്ലനായിട്ട് രജിസ്റ്റർ ആയത്. പിന്നെയാണ് പടപടപടയുന്ന വില്ലന്റെ വേഷം ഇങ്ങനെ വന്നു. അതിന്റെ കൂട്ടത്തില് 85 ആയപ്പോ ഹീറോ വേഷം വന്നു. ഇത് നല്ല തമാശ എന്നും പറഞ്ഞ് തമ്പിസാറിന്, ശ്രീമാരൻ തമ്പിസാറിന്റെ പടം, കൈലാസ്നാഥ് പടം. ഒരു ബ്രേക്ക് എന്ന് പറയാവുന്നത് 20-ാം നൂറ്റാണ്ട് തന്നെയല്ലേ. ഒരുപക്ഷെ ആ സാഗർ എലിയാസ് ജാക്കി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലാലേട്ടനോടൊപ്പമുള്ള ക്യാരക്ടർ. സാഗർ എലിയാസ് ജാക്കി എന്ന് പറയുന്നത് നല്ല വേഷമാണ്. എന്റെ ഇന്നും വെളിയിൽ ആള് കാണുമ്പോൾ പറയുന്ന വേഷമാണ്. 20-ാം നൂറ്റാണ്ടിലെ ലോറൻസ് അവർ പറയുന്ന വേഷമാണ്. പക്ഷെ ആ സമയത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പടങ്ങൾ കുറഞ്ഞ സമയം കൂടെ. 86 കണ്ടാണെന്ന് തോന്നുന്നു, അല്ലേ? 86 or 87. ആ സമയത്ത് കുറച്ച് പടങ്ങൾ കുറഞ്ഞ സമയം. പടങ്ങൾ കുറഞ്ഞതാണോ കോമ്പറ്റീഷൻ കൂടിയതാണോ എന്നറിയില്ല. പാരകൾ
കാണുമായിരിക്കും. കാര്യം ഇല്ലെന്നൊന്നും പറയില്ല. കാര്യം ഞാൻ ഇപ്പൊ മരിച്ചുപോയ ഒരു ആർട്ടിസ്റ്റിനെ പറ്റി ഒരിക്കൽ പറയുമ്പോൾ കേട്ട ഞാൻ വാക്കെന്ന് പറഞ്ഞു, അയാൾ ഭയങ്കര വെള്ളമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാ അയാൾ ഇങ്ങനെ പറയണ? പണ്ട് വെള്ളം അടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, 90-കൾ അതിനു മുമ്പ്. ആ അടിക്കുന്ന സമയത്ത് എല്ലാവരും എന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചു, ഞാൻ ഏതെങ്കിലും വർക്ക് സഫർ ചെയ്യിച്ചിട്ടുണ്ടോ? ഒരു വർക്ക്. ഇന്നും ആ പ്രൊഡ്യൂസർമാർ ഒരുപാട് പേര് ജീവിച്ചിരിപ്പുണ്ട്, ഡയറക്ടേഴ്സ് ജീവിച്ചിരിപ്പുണ്ട്. ഒരു വർക്ക് ഞാൻ സഫർ ചെയ്യിച്ചത് പറയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ഡേറ്റ് ഞാൻ മിസ് ചെയ്യിച്ച പറയാം. ഡേറ്റ് മിസ്സായി എന്ന് പറയുന്നത് പിൽക്കാലത്ത് നമ്മുടെ കൊച്ചി രാജാവിൻ്റെയൊക്കെ, അതാ AR കണ്ണനൊക്കെ വർക്ക് ചെയ്തിട്ട് 5 ദിവസമേ ഉള്ളൂ വേഷം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് 17 ദിവസം ജോലി ചെയ്യിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനത്തെ കുറെ സംഗതികൾ അതിനുണ്ടായിരുന്നു. 17 ദിവസം. അപ്പൊ ഞാൻ ഇത് ചെയ്യുന്ന സമയമാണ് മറ്റേ രഞ്ജിത്തിന്റെ പടം, മറ്റേ ചന്ദ്രോത്സവം. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ചന്ദ്രോത്സവം അത് കളഞ്ഞിട്ട് വരാനും വയ്യ. രഞ്ജിത്താണ് ഈ ഷോൾഡറിൽ കൈ വെച്ചിട്ടൊരു ഡയലോഗ് അടി, കഥ എൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ, ഇട്ടിട്ട് പോകരുത് എന്നൊരു വാക്ക് നമുക്ക് വിട്ടുപോകാനും വയ്യ. അതുമല്ല, അന്ന് പിന്നെ എല്ലാ ആർട്ടിസ്റ്റും അതൊരു കോർപ്പറേഷൻ ആയിരുന്നു. ഒരു 58 ദിവസം അവിടെ കിടന്നുപോയി. അതെ അതെ, മോഹൻലാൽ മറ്റേ ഇവരെല്ലാം അങ്ങനെ ആയിപ്പോയി. അപ്പൊ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ദിവസം വരാൻ പറ്റിയില്ല. സ്വാഭാവികം. കാരണം എന്ന് വെച്ചാൽ അന്ന് ഖുശ്ബു വരുന്ന ദിവസം രഞ്ജിത്തുണ്ട് ഷൂട്ടിന്, പിറ്റേന്ന് നമ്മുടെ സുജാത ചേച്ചി, അവർക്ക് ഒറ്റ ദിവസം തിരിച്ചു പോകണം. അപ്പൊ അതൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് വരിക എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് തെറ്റിച്ചെൻ്റെ അടുത്തൊരു ഡേറ്റ് പറഞ്ഞു. ഞാൻ ആ ഡേറ്റ് 2 ദിവസം പപ്പൻ്റെ നിന്ന് മേടിച്ചിട്ട് ഞാൻ വരികയും ചെയ്തു. ജയിലിൽ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഇവിടുത്തെ ഇതിലില്ല, ഇന്നില്ല. ഞാൻ പിന്നെ തിരിച്ചു പോയി വേറൊരു സീനിൻ്റെ ഇടയിൽ കയറി. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അത് പപ്പൻ്റെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞുതരും. പത്മകുമാറില്ല ഡയറക്ടർ. കാര്യം പപ്പന് ഇവരുണ്ട് സംസാരിച്ചിട്ട് ഡേറ്റ് കൊടുക്കണേ. അതില് ഒരു ഇഷ്യൂ ഉണ്ടായി. അതിലാണ് ഇഷ്യൂ ഉണ്ടായത്. ഉണ്ടായതിന്റെ കാരണം AR കണ്ണനാണ്. എന്തായിരുന്നു ഇഷ്യൂവിന്റെ ബേസ്? എന്തായിരുന്നു അത്? ബേസ് എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ചില നാടക നടന്മാരോ ആരെങ്കിലും ഒക്കെ ഇവരുടെ കയ്യിലുണ്ടാവും. അപ്പൊ ഞാൻ ഈ ഉദയകൃഷ്ണയോ ഇവരൊക്കെ പറഞ്ഞിട്ടായിരിക്കും അതിൽ വന്നിട്ടുണ്ടാവുക. അത് പിടിക്കൂല. അന്ന് രാത്രി എന്നെ വിളിച്ചിട്ട് പറയണ, രാവിലെ ഷൂട്ടിംഗ് ആണ്, എത്താൻ പറ്റൂലല്ലേ വേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എവിടെയാണ് ഷൂട്ട്? അതുപോലെ ഇങ്ങനെ എറണാകുളത്ത് ആണോ? ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വൈറ്റ് ഫോർട്ടിലുണ്ടെന്ന്. ഇതിനു മുമ്പ് ഞാൻ അറിഞ്ഞു എനിക്ക് ഷൂട്ട് അടുത്ത ദിവസം ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ നേരത്തെ വന്നു. ഞാൻ അവിടെ എത്തി. അല്ല, എത്തിക്കൊള്ളാൻ പറഞ്ഞു ഒരാൾ. ആരെന്ന് പറയും, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. കാര്യം ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഒരാളെ സിനിമയിൽ നിന്ന് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് ചെന്നിട്ട് വിഷം പോലെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല ജീവിതത്തിൽ. അത് ഇനിയും ചെയ്യൂല. എനിക്ക് ദേഷ്യം തോന്നിയാൽ പേഴ്സണലായിട്ട് എനിക്ക് തീർക്കാനറിയാം. അത് അയാളുടെ പ്രൊഫഷനെ വെട്ടിയിട്ടോ അയാളുടെ സ്വത്തുക്കൾ കൊണ്ടുപോയി നശിപ്പിച്ചിട്ടോ അതൊന്നുമല്ല ചെയ്യേണ്ട. അത് അവനിട്ട് കൊടുക്കേണ്ട, അവനിട്ടാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ബാക്കിയുള്ളവരെ കൂടെ ഇട്ട് അനുഭവിപ്പിച്ചിട്ട് എന്താ കാര്യം? കൊടുത്തിട്ടുണ്ടോ സിനിമയിൽ? അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടില്ല. വേറെ ആരുമായിട്ടില്ല. നമ്മുടെ അത് എല്ലാരും കൊടുത്തിട്ടുണ്ട്. ആ പാവൻ ജെയിംസ് എല്ലാരും, വേണു നാഗവള്ളി, മുരളി നാഗവള്ളി, എല്ലാരും എടുത്തിട്ടടിച്ചു. ഗോപിനാഥന്റെ അടുത്ത് ചോദിച്ചാൽ കഥ പറഞ്ഞു തരും. സകല പേര്. അതിനെ ശല്യം സഹിക്കാൻ നോക്കില്ലായിരുന്നു. വന്നാൽ വെള്ളം ഒഴിച്ച് നമ്മുടെ മുറിയിൽ വന്ന് നമ്മൾ അന്നൊക്കെ സേർട്ട് ഒലിക്കും, ആ സേർട്ടൊക്കെ എടുത്തോണ്ട് പോവുക. എന്നുവെച്ചാൽ ഇവൻ പ്രൊഡക്ഷനായിട്ട് ഒട്ടിയിട്ട് ഇവൻ ആധികാരിയായിട്ട് അവിടെ നടക്കുക, ആധികാരികമായിട്ട് കാര്യങ്ങൾ പറയുക, എനിക്ക് താക്കോലെടുക്കുക, ഒന്ന് തുറക്കുക. നമ്മൾ ലൊക്കേഷൻ പോകുമ്പോൾ കീ താഴെ ഇടുമല്ലോ. ഇങ്ങനത്തെ കുറെ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഷഹി കെട്ട് കൊടുത്തു. ഏത് പടത്തിൽ ലൊക്കേഷനായിരുന്നു? ദൈവത്തെ ഓർത്ത്. എനിക്ക് അന്ന് ഒരുപാട് പടം ഒരുമിച്ച് ചെയ്യുന്ന സമയം. രാവിലെ ഇവിടെ ഷൂട്ടിംഗ് ഉണ്ട്. എനിക്ക് വണ്ടി അവിടെ കൊണ്ടിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അകത്ത് വന്ന് ഭക്ഷണം കഴിച്ച് അപ്പം വണ്ടി കയറാനായിട്ട് ഇതിലിപ്പോൾ കാർ അവിടെ ഇല്ല. അപ്പോൾ വിളിച്ചപ്പോഴേ പറഞ്ഞ് കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. മറ്റേ പ്രൊഡക്ഷൻ പറഞ്ഞു വിട്ടേക്കണ കാറാ ട്രിവാൻഡ്രത്ത്. ഞാൻ പിന്നെ എന്നാ വേണ്ട ഇവിടെ? ഞാൻ പറഞ്ഞു വേറെ വണ്ടി തരാൻ പറഞ്ഞപ്പം എന്നൊക്കെ പറഞ്ഞ് അലറി കൊണ്ടുവന്നു. എനിക്ക് പിന്നെ തേരാ മാഷ ആക്ഷൻ പറഞ്ഞ പോലെ തോന്നി. പറഞ്ഞു ഒറ്റ എണ്ണം കൊടുത്താൽ പോരെ, കറങ്ങി അവിടെ പോകില്ല. പിന്നെ നമ്മൾ പറഞ്ഞു നോക്കുന്നു. അങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല അതിനെ. പക്ഷേ വേണുചേട്ടൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് വേണുചേട്ടൻ കൊടുത്തടി. അങ്ങനെ പലരും അടിച്ചു പോകും. ആരായിരുന്നാലും അടിക്കും. ചത്ത് കിടക്കുന്നതിന് എഴുന്നേറ്റ് നിന്നടി. നേരത്തെ പറഞ്ഞ പോലെ ഈ തലക്കനമുള്ള ഒരാളാണെന്നുള്ളൊരു ഇത് ഒരുപാട് ചാൻസ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ തലക്കനമുള്ളതെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചോദിക്കണം. ഞാൻ സെറ്റിൽ ഞാൻ ആരെയാണ് തല്ലിയിട്ടുള്ളതെന്ന് പറയാവോ? ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് എൻ്റെ നടി മേടിച്ചത് പറയാവോ? ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറെ ഞാൻ തല്ലിയത് പറയാവോ? ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടറെ? അല്ല, ഇത് നമ്മൾക്ക് അതിന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇതാണ്, ഒരു ബന്ധം. അത് പറയണം. കാര്യം
ചോദിക്കുമ്പോൾ ഇവരൊരു വാക്ക് പറയും, ഞാനൊരു പടം ചെയ്തിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക്, ഹലോ ഇങ്ങനെ അല്ലല്ലോ നിങ്ങളെ പറ്റി കേട്ടത് എന്ന് പറയും. ഞാൻ ചോദിച്ചു പിന്നെ എങ്ങനെ കേട്ടു? അല്ല വേറെ പലരും പലതും പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചു ആര്? അല്ല ഞാൻ കേട്ടതാ. ഞാൻ കേട്ടത് വെച്ചിട്ട് സംസാരിക്കരുതല്ലോ, അതെനിക്കിഷ്ടമല്ല. നിങ്ങളുടെ അടുത്ത് ഞാൻ എങ്ങനെ പെരുമാറുന്നു നിങ്ങൾ നോക്കുക, നിങ്ങൾ എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ഞാൻ നോക്കും, അതിനനുസരിച്ച് തിരിച്ച് പെരുമാറും, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ബാക്കി എല്ലാ സ്ഥലത്തും ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്, എല്ലാ സ്ഥലത്തും. ഞാനത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് അറിയാം. ഇപ്പം എന്താണ് പഴയ കൊച്ചേട്ടൻ്റെ കൂടെയൊക്കെ പോയിട്ട് അഭിനയിച്ചല്ലേ പടങ്ങളും ഒക്കെ, ചെറുപുഷ്പം കൊച്ചേട്ടൻ്റെ കൂടെയല്ലേ. അവർ എന്തൊരു പ്രായമുള്ള പഴയ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു. ഇപ്പോൾ വിനീസിലെ വ്യാപാരി ചെയ്യുമ്പോഴത്തേക്ക് മാധവൻ നായരിയേട്ടൻ വന്നിട്ട് മുരളി ഫിലിംസ് ഇല്ലേ, കൂടെ അത്ര കാലമായി. അപ്പോൾ ആ ഒരു റിലേഷൻ ഇപ്പോഴും ഉണ്ട്. അന്ന് 3000 രൂപയ്ക്ക് പടം ചെയ്യുന്നത് ഇപ്പോൾ വാങ്ങിക്കുന്ന പൈസയ്ക്കും വ്യത്യാസമുണ്ട്. എന്നിട്ടും ചെല്ലുമ്പോഴത്തേക്ക് ആ സ്വീകരണം ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്. നമ്മളങ്ങനെ അത്ര കൊടുത്തിട്ടുണ്ട്, അത്ര സ്നേഹം ഉണ്ട്. കൊടുത്തിട്ടുണ്ടാണ് അല്ലേ, Of ആ ഒരു course. കരുതൽ കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്. പക്ഷെ എന്നിട്ട് പോലും ഈ പറഞ്ഞ ഇപ്പൊ ഇപ്പോൾ ഒരുപാട് പടങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഞാനായിരിക്കാം. ഇപ്പോൾ ചില മാനേജർമാരാണെങ്കിൽ വന്നിട്ട് എൻ്റെ വീട് പണി നടക്കുന്നുണ്ട്, മറ്റേ നടക്കുന്നുണ്ട്, അത് വേണം പൈസ വേണം എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരൊന്നും അടുത്ത പടം വരുമ്പോഴത്തേക്ക് കട്ടി. കാര്യം എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാമെന്നുള്ളത് അവർക്കറിയാം. അത് ഇഷ്യൂ ആണ് സിനിമയിൽ. സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരാളെ സഹായിച്ചാൽ അയാളെ പിന്നെ ആരും വിളിച്ചില്ല എന്ന് വരും. കാരണം അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ മോശമായ സമയത്ത്. പക്ഷെ അവൻ എപ്പോഴെങ്കിലും ഇത് പുറത്ത് പറഞ്ഞാലോ ആ സാധനമാണ് ലോ. അല്ല, ഇന്നിപ്പം ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നതാണ്. ഇപ്പം ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ആളുകൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചിലപ്പോൾ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓടി നടന്ന് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പടം ചെയ്തു കഴിയുമ്പം അത് സൂപ്പർ ഹിറ്റായിട്ട് ഒരു പടം ഓടുന്നു, നമ്മൾ സ്വാഭാവികമായിട്ട് അടുത്ത അവരുടെ ഒരു പടം വരുമ്പോൾ നമ്മളൊരു വേഷം എക്സ്പെക്റ്റ് ചെയ്യും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പണ്ട് മുതലേ അങ്ങനെയാണ്. പക്ഷെ അതിലുണ്ടാവില്ല. പിന്നെയാണ് നമുക്കത് മനസ്സിലാവുന്നത്. സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആത്മാർത്ഥത പാടില്ല സിനിമയിൽ. ഞാൻ തെണ്ടിത്തരം കാണിക്കുകയാണെങ്കിലും ഞാൻ അതിൻ്റെ അടുത്ത് ആത്മാർത്ഥതയോടുകൂടി തന്നെ കാണിക്കാറുള്ളൂ. അങ്ങനെ ശീലമുള്ളൂ. പോക്കർത്തരമാണെങ്കിലും ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്യും, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ്റെ ഉള്ളിലൊരു ചെറിയ ഒരു വേദനയുണ്ട്. അതായത് നമ്മൾ അത്രയും അവരോടൊപ്പം നിന്നിട്ടും നമ്മളെ കൺസിഡർ ചെയ്യേണ്ട ഇടങ്ങളിലൊക്കെ അവർ നമ്മളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ഉണ്ടാവും. ഒരു വിഷമം സ്വാഭാവികമല്ലേ, സ്വാഭാവികമായിട്ട് അതുണ്ടാവും. പിന്നെ വേറൊരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ ആരെന്ത് ചെയ്യുമ്പോഴും ഞാൻ മുകളിലാണെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കും. അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ട് എപ്പോഴും, അന്നും ഇന്നും എന്നും. അയാൾ തലകുലിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടല്ലേ ചോദിക്കുമ്പോൾ കഴുത്തിന് നീളം കുറവാണോ എന്ന് ചോദിക്കും ചിലർ. അപ്പോൾ ഞാൻ പറയാം അതെ. കാരണം ഒരാൾ കുനിയുന്നത് എപ്പോഴും ബാർബർ ഷോപ്പിൽ പോയിട്ടാണ്, ബാർബറുടെ മുമ്പിലാണ്. മഹാരാജാവാണെങ്കിലും കുനിയണം. പക്ഷേ ഭഗവാൻ ബാർബർ ഷോപ്പിൽ പോയി കുനിയരുത് നീ എന്ന് പറഞ്ഞിട്ട് കഴുത്തിൻ്റെ നീളം കുറച്ചാൽ എന്നെ ഉണ്ടാക്കി, ഇത്രേ കുനിയുള്ളൂ. അവിടെ പോലും നമുക്ക് ഞാൻ പറയാറുണ്ട്. അത് ഭഗവാൻ എൻ്റെ ആഗ്രഹമാണ് സൃഷ്ടിച്ചത്. അത് ചിലർ അഹങ്കാരമായിട്ട് വയ്ക്കും. ഞാൻ ആ അഹങ്കാരം എൻ്റെ കിരീടത്തിലൊരു ഒരു തൂവലും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. ചിലർ വന്നിട്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ചോദിക്കും, വന്നിട്ട് നിങ്ങളിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഞാൻ പറഞ്ഞ അല്ല, കുറേ വിവരിച്ചു കൊടുക്കും. രക്ഷയില്ലെന്ന് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, സംഭവം നടന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ. എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഞാൻ സമ്മതിച്ചാൽ മതി. എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഞാൻ ചെയ്തു, അമ്മ ഹാപ്പിയാ. അമ്മ പറയാം എനിക്കറിയാം നീ ചെയ്യും എന്നറിയാമെന്ന് പറയും. അല്ല, എന്താണ് അവര് പ്രധാന ഏത് സാധനമാണെങ്കിലും പണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഒരു ചായയുടെ ബഹളമാണ് ഞാൻ പറഞ്ഞ ഉണ്ടാക്കിയിട്ടില്ല. ഞാനല്ല ഉണ്ടാക്കി. ഇവിടെ അമൃത ഹോട്ടലിൽ ഒരു അടി നടന്നുണ്ട്, അറിയോ? കേട്ടിട്ടുണ്ട്, ഡീറ്റെയിൽസ് അറിയില്ല. അടിച്ച് ഗ്ലാസ് ഒക്കെ പൊട്ടി, അതിൽ കൂടെ ശങ്കരാടി ചേട്ടൻ മറിഞ്ഞു വീണു, ഇങ്ങനെയൊക്കെ നടന്നൊരു സംഗതിയുണ്ട്. അവിടെ ഒരു ബഹളം നടന്നിട്ട് നമ്മുടെ ചമയം രാമോണ്ണൻ എന്ന് പറയില്ലേ, പഴയ ചമയം ബുദ്ധിജീവി ഗ്രൂപ്പിലുള്ളതാണ്. അപ്പോൾ ചമയം രാമോണ്ണനൊക്കെ അവിടെ നിന്നിട്ട് അവിടെ നിന്നിട്ട് തെറി പറഞ്ഞു. അവൻ ഇഷ്ടപ്പെടാതെ അവൻ തല്ലിയപ്പോൾ ശങ്കരാടി ചേട്ടനെ വന്നിട്ട് എന്തോ പറഞ്ഞു, എന്തോ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുത്തൻ ചാടി അതിൻ്റെ ഇടയിൽ നിന്ന് അടി കൊടുക്കുക. ഈ അടി കൊടുക്കുന്നത് വേണുചേട്ടനൊക്കെ വന്നിട്ട് അടിക്കണം. നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് വേണുചേട്ടനില്ലേ, വേണുനാഗ. അപ്പോൾ പുള്ളി വന്നിട്ട് അടിക്കുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുത്തനെ തന്നെ പുള്ളി അടിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ചേട്ടാ ഞാൻ ഈ സൈഡിലാണ് എന്നിട്ടും പുള്ളി തല്ല എന്ന് വെച്ചാൽ ഇതൊക്കെ കള്ളുപിടിച്ചിട്ടല്ല. അപ്പം ഞാൻ ചെയ്തൊരു തെറ്റെന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ബാക്ക് ആ ഗ്ലാസ്സിൽ ഇടിച്ചിട്ട് പൊളിഞ്ഞു കുറച്ച്. വേണുചേട്ടൻ്റെ അല്ലേ, രാമുവിൻ്റെ. അപ്പോൾ ആ കുടുതുണി പോലത്തെ ഒരെണ്ണം ഇടുന്നത്. ഇത് ഞാൻ ഊരിയിട്ട് നേരെ അവിടെ നിന്ന് ഒരു പെഗ് റമ്മ് വാങ്ങിച്ചിട്ട്, അന്ന് 7 രൂപ അവിടെ ഒരു പെഗ് റമ്മ് വാങ്ങിച്ചിട്ട് ഇയാളുടെ മുതുക് കഴുകി കൊടുത്തു ഞാൻ. ഇതാണ് ഞാൻ ചെയ്തത്. ഗുരുവായൂരപ്പൻ സത്യമായിട്ട് ചെയ്തത് ഇതാണ്. അടുത്ത ദിവസം PG വിശ്വനാഥൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കണ്ട അമൃതയുടെ ഹോട്ടലിലെ ഗ്ലാസ് എല്ലാം നീ അടിച്ച് പൊട്ടിച്ച വെള്ളം അടിച്ചിട്ടെന്ന് പറഞ്ഞു എന്നെ.
ഞാൻ ഇങ്ങനെ നിൽക്കില്ലേ ഞാൻ ചേട്ടന് മാത്രമേ ഉള്ളൂ ആ ഫ്രെയിമിൽ. ഞാൻ മാത്രമുള്ള ഫ്രെയിമിൽ എല്ലാവരും വിചാരിച്ചേക്കണം ഞാനാണ് തട്ടി അടിച്ചുവിട്ടതെന്ന്. ഇങ്ങനെയുള്ള ഒരുപാട് ദുഷ്പേരുകൾ അന്നുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട് എനിക്ക്. അതുപോലെ ശബരിമലയിൽ പോകുമ്പോൾ ഞങ്ങളുടെ ജീപ്പിൽ ഒരു ബസ് കൊണ്ടുവരച്ചു. അപ്പം അതിൽ നിന്ന് ഒരുത്ത ഇറങ്ങി ഉടക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ജീപ്പിൽ നിന്ന് ഇറങ്ങി എന്നെ ഗോപാലകൃഷ്ണൻ എന്ന് പറയാൻ മരിച്ചുപോയി ഫ്രണ്ടാ, അത്രേ ഉള്ളൂ. ചാടി ഒരു ഒറ്റ അടിയവനെ ഇവൻ വീണുപോയി. നല്ല സൈസാണ്. ഇവൻ ഓടി ദൂരെ ചെന്ന് നിന്നിട്ട് എടാ സിനിമ അഭിനയിക്കണവനെ നിന്നെ ഞാൻ എടുത്തോളാം അടിച്ചു കൊടുത്ത വേറെ അടിച്ച ഗോപാലകൃഷ്ണനാണ് എന്ന് വെച്ചാൽ അവൻ എൻ്റെ ഫ്രണ്ട് നിന്നല്ലേ അടിക്കും. അപ്പം ഇങ്ങനെയൊക്കെ കുറേ സംഗതികളുണ്ട്. അത് അടിയെന്നൊക്കെ പറഞ്ഞാൽ ഒരെണ്ണം അങ്ങാണ്ട് സിനിമ അടിച്ചിട്ടുള്ളൂ. ഈ അല്ലാതെ നമ്മള് പലപ്പോഴും ഇങ്ങനെ പല രീതിയിൽ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് പിൽക്കാലത്ത്. കാരണം ഞാൻ കൈവച്ചതിന് ശേഷം നല്ല പരിശയായിരുന്നു, എല്ലാവരും എടുത്തിട്ട് അടിച്ചു. ഞാൻ അങ്ങനെ അടിക്കാറില്ല, കെട്ടിപ്പിടിച്ചിട്ട് വിടുകയുള്ളായിരുന്നു കൊണ്ട്. അത് കെട്ടിപ്പിടി ശ്വാസം മുട്ടിക്കോ? ഇങ്ങനെ ഒരു പിടി അങ്ങ് പിടിക്കും. അങ്ങനെ പിടിച്ചിട്ടാണ് നമ്മുടെ ദണ്ഡപാണിയില്ലേ കോസ്റ്റ്യൂമർ, അതെ അല്ല ദണ്ഡപാണി ദണ്ഡപാണി തന്നെ, അതെ കെ ദണ്ഡപാണി. അയാളുടെ 3 വാരിയിൽ പൊട്ടിപ്പോയി. അതെന്തായാലും ദേഷ്യം ഉണ്ടായിരുന്നു. ദേഷ്യമല്ല, സ്നേഹത്തെ പിടിച്ച ജാഗ്രതയുടെ സെറ്റ് വെച്ചിട്ട് ഒന്നേന്നും പറഞ്ഞുകൊണ്ട് ഒന്നിങ്ങനെ പിടിച്ചപ്പോഴത്തേക്ക് ബലം അറിഞ്ഞില്ല. അതിനുശേഷം ജഗദീഷ് ശ്രീകുമാർ പറയും കെട്ടിപ്പിടിച്ചുള്ള സ്നേഹം വേണ്ട, അവിടെ നിന്നാൽ മതി എന്ന് പറയും. അല്ല അങ്ങനെ തല്ലാറൊന്നുമില്ല, നീ ഞെക്കിയിട്ട് അങ്ങനെ വിടും. എനിക്കറിയാം അടിച്ചാൽ വീഴുന്നറിയാം, നല്ല പോലെ അറിയാം. അതിന്നും തുടരുന്നു എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു 3-4 പേരെ അടിക്കാം എന്നുള്ള ഇത് ഇപ്പോഴും മനസ്സിൽ ആ ധൈര്യവും ഇതുണ്ട്. ചിലപ്പോൾ അത് കളരി പോയതിൻ്റെയോ സംഘത്തിൽ ശാഖയിലൊക്കെ ഉണ്ടായിരുന്നതിൻ്റെയോ ഒക്കെ ഒരു ഇതായിരിക്കാം. ഒരു പ്രാവശ്യമല്ലേ മരിക്കൂ എന്നുള്ളൊരു തോന്നൽ എന്നും മനസ്സിലുണ്ട്. അതുകൊണ്ട് മരിക്കുമ്പം സിംഹമായിട്ട് മരിക്കണം, അല്ലാതെ കഴുതായിട്ട് 100 നാൾ ജീവിച്ച് മരിക്കണ്ട. അമ്മ എന്ന് പറയുന്നത് താരസംഘടനയുടെ അമ്മയുടെ ആദ്യകാലം മുതലുണ്ടായിരുന്നു ഒരാളാണ്. 94 മുതലുണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു 25 വർഷമാവുന്നു അമ്മ. പക്ഷെ എന്നിട്ടും അതിൻ്റെ ഔദ്യോഗിക ഇതിലൊന്നും വന്നിട്ടില്ല. വരാതിരുന്നാണോ അല്ലെങ്കിൽ ആരെങ്കിലും അതിനകത്ത് വരുത്താത്തതാണോ? വരുത്താത്തതൊന്നുമല്ല. എനിക്ക് വേണം ഇന്ന് വരെ അതിലൊരു സ്ഥാനം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാര്യം വന്നാൽ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യണം. അത് ചിലപ്പോൾ എന്നെക്കൊണ്ട് അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, എന്നെക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഇപ്പോൾ ടൈപ്പ് ഓഫ് വേഷം എന്ന് പറഞ്ഞാൽ ഹീറോ വേഷം ചെയ്തു, സെക്കൻഡ് ഹീറോ ചെയ്തു എന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല. മെയിൻ വില്ലനോ ഇല്ലെങ്കിൽ ഇപ്പോൾ ക്യാരക്ടർ റോൾസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കോമഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഞാനൊരു സ്ഥലത്ത് ചെന്ന് പറയുന്നതിനേക്കാളും ഓരോ ഭാഗങ്ങളിൽ ചെന്ന് പറഞ്ഞാൽ ഏൽക്കുന്ന ആക്ടേഴ്സ് അവിടെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നിൽക്കാൻ പാടില്ല. കാര്യം അവിടെ കൂടെ പൈസ ആവശ്യമുള്ളത് എന്നേക്കാൾ ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട്. അസുഖം കൊണ്ടൊക്കെ വലയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നോക്കുമ്പം ഞാൻ എൻ്റെ ഒരു കസേര നോക്കിയിട്ട് കാര്യമില്ല. അല്ലേ, എപ്പോഴെങ്കിലും ഒന്നും ആഗ്രഹിച്ചില്ല അവിടെ ഒന്ന് ഇരിക്കണം, ഇത്രയും മഹാരഥന്മാരോടൊപ്പം ഒന്നിരിക്കണം, ആ കസേരയിൽ ഒരു സ്ഥാനം, അതൊരു എക്സിക്യൂട്ടീവ് മെമ്പറെങ്കിലും ആയിട്ട് ഇല്ല. അധികാരത്തോടൊന്നും അന്നുമില്ല. അങ്ങനത്തെ അധികാരത്തോടൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഈ അധികാരം എന്ന് പറഞ്ഞാൽ അധികാരമായിരിക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് വലിയ പൊസിഷനൊക്കെ ആയിരിക്കും, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണ്. അല്ല, ഈ ഇപ്പോൾ തിലകൻ ചേട്ടൻ അമ്മയുമായിട്ട് കലയ്ക്ക് സമയത്ത് ഇപ്പോൾ ഒന്നിലും ഇല്ലെങ്കിലും അധികാരത്തോടുകൂടി ഇരിക്കുകയാണെന്ന് പറഞ്ഞ് എനിക്ക് നടക്കാൻ സാധിക്കും എല്ലാവരും. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് കുറച്ചൊന്നൊക്കെ വിട്ടതാണ്. ബാക്കി ഒരു 3-4 കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ പോയി പ്രസംഗിച്ചിട്ടുള്ള വ്യക്തി സിനിമാക്കാരൻ ഞാനായിരുന്നു. രായും പകലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവസാനം വന്നിട്ട് റിലേ അടിച്ച് പോയിട്ടുണ്ട് വണ്ടി ഇരുന്നിട്ട്. ഓരോരുത്തർ ഫോൺ ചെയ്യുമ്പോൾ അവസാനം ഡ്രൈവർ തട്ടിയിട്ട് ചേട്ടാ ഇത് ആളല്ല വേറെ ആളെന്നോ. അപ്പം അങ്ങനത്തെ ഒരു ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരെ ഞാൻ ഓടി നടന്നിട്ട് പ്രോഗ്രാംസ് ചെയ്തു. പക്ഷെ നോ പറയാറില്ല. എനിക്ക് പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഞാൻ പോകും. എനിക്ക് പറ്റുകയാണെങ്കിൽ ഒരിടത്തൊരു പ്രോഗ്രാം ഉണ്ട്, വരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ വരും. അത് ഞാൻ എൻ്റെ പ്രോഗ്രാമിൻ്റെ ഏറ്റക്കുറച്ചിൽ നോക്കിയിട്ടാണ് പോകുന്നത്. അമ്മയുടെ നിലപാടുകളോട് കലഹിച്ച സമയത്ത് തിലകൻ ചേട്ടൻ കലഹിച്ച സമയത്ത് തിലകൻ ചേട്ടൻ കലഹിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഇന്നസെന്റിന്റെ അടുത്ത് പറഞ്ഞതാണ്. അല്ല, അത് ചേട്ടനും തിലകൻ ചേട്ടൻ്റെ ഒപ്പം ആയിരുന്നു. അങ്ങനെ നിന്നില്ല, ആരുടെയും കൂടെ നിന്നില്ല. അവരുടെ സ്പെഷ്യൽ മീറ്റിങ്ങിനൊന്നും ഞാൻ പോയിട്ടുമില്ല. ഞാൻ ചോദിച്ചത് അത് പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നസെന്റ് എന്ന് പറഞ്ഞത് ഫോണിൽ കൂടെ ഇന്നസെന്റ് ചേട്ടൻ പറഞ്ഞത് അത് തെറ്റല്ലേ. ഞാൻ ചോദിച്ചു ആണോ ചോദിച്ചു. അമ്മ എന്തേ നീ തിലകൻ്റെ കൂടെ ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു എന്തേ ഞാൻ തിലകൻ്റെ കൂടെ ആണോ? ഞാൻ അത് വിളിച്ച് പറഞ്ഞു. അല്ല നീ പറയില്ല, കാരണം നീ നല്ല തന്തയ്ക്ക് പറഞ്ഞു, അതുകൊണ്ട് പറയില്ല. അപ്പം ഞാൻ പറഞ്ഞു അത് സത്യമല്ലേ, അതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചേ.
അങ്ങനെയൊക്കെ ചോദിക്കും. അല്ലാതെ തിലകൻ ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അമർഷം ചിലപ്പോൾ ഒരുപാട് പേരുടെ മനസ്സിൽ പലതും ഉണ്ടാവും. പക്ഷെ അത് പറയേണ്ട സ്ഥലമുണ്ട്. പുറത്ത് നിന്ന് വിളിച്ച് പറയുമ്പോൾ അതിന് വ്യത്യാസം. ഇപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എൻ്റെ ചില ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ചാനലിൽ ഇരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ട്? എൻ്റെ ഫാമിലിയെ ഞാൻ നാറ്റിച്ചിട്ട് കാര്യമുണ്ട്? അതില്ല. അത് റെക്ടിഫൈ ചെയ്യാൻ നോക്കണം. കുടുംബത്തിനകത്ത് തന്നെ അകത്ത് തന്നെ തീർക്കണമായിരുന്നു. അത് തീർത്തില്ല എന്നുള്ളതാണ്. അത് തെറ്റ് പറയണം. പിന്നെ മറ്റേയൊക്കെ പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവാം. ഇപ്പോൾ പുള്ളിയെ മറ്റേ എന്താ ഇത് താഴ്ത്തി കെട്ടിയെന്നോ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംഗതി ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാമല്ലോ. ചുമ്മാ വേണമെങ്കിൽ പറഞ്ഞൂടെ എന്താ പടം പോയതെന്താ? ഞാൻ ഇത്രയും കുറിയിട്ടുകൊണ്ട് പടം പോയി. 2016 പിണറായി വിജയൻ ഭരിക്കാൻ കയറിയതിനു ശേഷം പടം വന്നില്ല എന്ന് പറഞ്ഞൂടെ എനിക്ക്? കുറിയിട്ടുകൊണ്ടാണ്. അല്ല അങ്ങനെ ഒരു ഇതുണ്ടോ? അതായത് അല്ല, ഞാൻ BJP പ്രവർത്തിക്കാൻ ഇറങ്ങിയോണ്ടാണ് എൻ്റെ വേഷം പോയത് എനിക്ക് വേണമെങ്കിൽ പറയാം. അല്ല ഞാനങ്ങനെ പക്ഷെ ചോദിക്കാം. ചോദിച്ചാലും അത് സത്യമായിക്കൊള്ളണം എന്നുണ്ടോ? അറിയില്ല, ചേട്ടൻ അനുഭവം എന്താണ്? സത്യമായിക്കൊള്ളണം എന്നുണ്ടോ? ചിലപ്പോൾ അവർ അതുകൊണ്ടാണോ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലർ പറയുന്നുണ്ട് മറ്റേ എന്താണ് മയക്കുമരുന്ന് മാഫിയയുടെയിലാണ് സിനിമ എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് വരെ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഒന്നും അഭിനയിച്ചിട്ടില്ല. ഇവർ പറയണ ഗ്രൂപ്പുകൾ ഏതാണെന്ന്. അതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. അതൊന്ന്. പിന്നെ പറയും ജാതിയും മതവും നോക്കിയിട്ടാണ് പടം പോകണമെന്ന് പറയും. ഞാൻ പറഞ്ഞു അങ്ങനെ നോക്കുകയാണെങ്കിൽ വിഷമിച്ചു. പണ്ട് മുതലേ ചെയ്തുകൊണ്ട് വരുന്ന എങ്ങനെയാണ്? ജാതി മതം നോക്കിയിട്ടാണ് ചെയ്തുകൊണ്ട് വന്നത്. നസീർ സാറും മധുചേട്ടനും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? മമ്മൂട്ടിയും ലാലും തമ്മിലുള്ള റിലേഷൻ നോക്കിയാൽ പോരെ? ഇപ്പോഴും അത് ഭയങ്കര ശക്തമായിട്ട് തുടരല്ലേ? ഞാനും റഹ്മാനും നല്ല റിലേഷനിലാണ്. 85 മുതൽ 85 അല്ല 84 മുതൽ ഇവിടെ തുടർന്നു. അപ്പം അങ്ങനെ നോക്കിയിട്ട് ഈ ജാതിയും മതവും വെച്ചിട്ട് എങ്ങനെ കല കൊണ്ടുപോകാൻ സാധിക്കുക? പിന്നെ നമുക്ക് ഈ പറയുന്ന ഈ സോപ്പിടാൻ പറഞ്ഞാണെന്ന് ചിലർ പറയുമായിരിക്കും. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും തെളിവോടുകൂടി വരണം. ഇപ്പം എന്നെ വെട്ടി ഇതാണെന്ന് സ്പെസിഫിക് ആയിട്ട് എൻ്റെ മുന്നിലൊരു തെളിവുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിരിക്കും. അവിടെ എനിക്ക് ആരെയും പേടിയുമില്ല. അതിന് ഒരു ജാതിയെയും പേടിയില്ല, ഒരു മതത്തിനെയും പേടിയില്ല, ഒന്നിനെയും പേടിയില്ല. എനിക്ക് ഞാൻ പറയും അത് കാരണമാണ് എന്നെ വെട്ടിയെന്ന് എനിക്ക് തെളിവ് കിട്ടിയാൽ. അതില്ലാത്തടത്തോളം കാലം ഇല്ലാത്തടത്തോളം എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ അതിനർത്ഥം തന്നെ. പിന്നെ ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അസ്ട്രോളജിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അത്യാവശ്യം അറിയുകയും ചെയ്യാം. അവിടെ എൻ്റെ രാഹുദശയാണ്. അപ്പോൾ രാഹുദശയിൽ കുറച്ച് അനുഭവിക്കണം. ഒരു കാലമുണ്ട് തിരിച്ച് ഉണ്ടാവണമല്ലോ. ആ സമയത്തായിരിക്കും നല്ല കഥാപാത്രം. തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇപ്പോൾ നമ്മുടെ ജനാർദ്ദൻ ചേട്ടനില്ലേ, 9 കൊല്ലം 10 കൊല്ലം പടമില്ലാതിരുന്ന ഒരാളാണത് ശനിയുടെ സമയത്ത്. അന്ന് ഞാനൊക്കെ പോയിട്ട് താമസിക്കുമ്പോൾ പുള്ളിയെ വിളിക്കും, ഹോട്ടലിൽ ഞങ്ങൾ കൂടും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അന്നത്തെ കാലത്ത്. അതൊക്കെ ഞാൻ കുറേ കൂടെ ചെക്കനാണ്. അപ്പോൾ ജനാർദ്ദൻ ചേട്ടൻ എപ്പോഴും പറയും, എടാ ഇനി വരാൻ പോകുന്നത് ബുധദശയാണ്, ആ ബുധദശയിലൊരു കലക്കുമെന്ന് പുള്ളി എപ്പോഴും പറയൂ. അത് കറക്റ്റാ. ബുധദശയിൽ 3-4 ലക്ഷം രൂപ ഡെയിലി വാങ്ങിച്ചിട്ടുണ്ട്. വില്ലനായിരുന്ന അദ്ദേഹം ആസ്തി കഥാപാത്രം. അതാണ് അത് പുള്ളി വാങ്ങിച്ചു. അത് ആ സമയത്ത് കലക്കിയില്ലേ. ഇപ്പോൾ ജഗദീഷ് കുറേ കാലം പടത്തിൽ നിന്ന് വിട്ട് നിൽക്കണ പോലെ ആയിരുന്നു ഏകദേശം. ഇപ്പോൾ ജഗദീഷ് സകല പടങ്ങളിലും ജഗദീഷ് കൊണ്ട് ചെയ്യുന്ന വേഷം എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമാക്കാർ ജോത്സ്യൻ്റെ പുറകെ പോകാൻ കാരണം വൈ ദിസ് എന്ന് ചോദിക്കുകയാണ്. കാര്യം നമുക്ക് കിട്ടുന്ന മണി ബൾക്കാണ്. ഈ എണ്ണിച്ചുട്ടപ്പം പോലെ എല്ലാ മാസവും കിട്ടുന്നതല്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടിക്ക് അസുഖം വന്നാൽ എന്ത് ചെയ്യും? 15-ാം ദിവസം വീണ്ടും കടം വാങ്ങിക്കും, അടുത്ത മാസം കൊടുക്കും, ഇങ്ങനെ കൊണ്ടുപോകും. അതേസമയം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയും എമൗണ്ട് എൻ്റെ കയ്യിൽ ഈ മാസം വന്നിട്ട് അല്ല കഴിഞ്ഞ മാസം വന്നിട്ട് ഈ മാസം എന്താ ഇങ്ങനെ ആയി? അപ്പോൾ നമ്മൾ ഹൊറോസ്കോപ്പിൻ്റെ ഒരു സാധനം എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ചില പ്ലാനറ്റ്സിൻ്റെ അപഹാരം വരുന്ന സമയത്ത് അടി കിട്ടുന്നതാണ്. അതിനാണ് നമ്മൾ ജ്യോത്സ്യം എന്ന് പറയുന്നത്. അത് അന്ധവിശ്വാസം എന്ന് പറയാറുണ്ട്. അന്ധവിശ്വാസം പാടില്ല. വിശ്വാസമാവാം, അന്ധവിശ്വാസം പാടില്ല. കാര്യം ഇത് വിരൽ ചൂണ്ടിയാണ്. സംഭവിക്കാം എന്നേ പറയാറുള്ളൂ, സംഭവിക്കും എന്ന് പറയണില്ല. അല്ല, എന്തെങ്കിലും അത്തരം ശാസ്ത്രപരമായിട്ട് എന്തെങ്കിലും തിരിച്ചറിവുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ ചേട്ടൻ്റെ കാര്യത്തിൽ, അനുഭവത്തിൽ ഏതെങ്കിലും ഒന്ന് പറയാവുന്ന? ഒരു 10-30 വയസ്സിന് മുമ്പാണെങ്കിൽ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം ഐ വാസ് അഗൈൻസ്റ്റ് ദിസ്. അപ്പോൾ ഞാൻ ആലപ്പുഴയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫ്രണ്ടുണ്ട്, നമ്മുടെ സിറിൽസിൻ്റെയൊക്കെ ഫ്രണ്ട്, എറണാകുളത്ത് ഫിലിപ്പ് എന്ന് പറയും, തടിയെ പുള്ളി സിൻഡെക്സ് എന്ന് വിളിക്കുകയല്ലേ അവരുടെ പേര്. പുള്ളി എന്നെ അവിടെ ഒരു സ്ത്രീയുടെ അടുത്ത് കൊണ്ടുപോയി. അന്ന് ഒരു ചെറിയ പെണ്ണ അസ്ട്രോളജി എന്തോ MA കഴിഞ്ഞിട്ട് ഇവരെൻ്റെ ഹൊറോസ്കോപ്പ് ഇങ്ങനെ ഞാൻ സമയം കൊടുത്തപ്പോഴത്തേക്ക് ഇവർ നോക്കിയിട്ട് കംപ്ലീറ്റ് സംഗതി
അവരിങ്ങനെ പറയാം. കഴിഞ്ഞ കാലം മുഴുവൻ അവരിങ്ങനെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചാൽ നിങ്ങളെങ്ങനെ ചിരിച്ചോണ്ടിരിക്കണേ ചോദിച്ചു. ഞാൻ പറഞ്ഞു കരഞ്ഞ് ശീലമില്ല ചേട്ടാ, ഒരുപാട് അനുഭവിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടാവും, പക്ഷെ ഒന്നും എന്നെ ഏശിയിട്ടില്ല. ഭഗവാനെ വിളിക്കുക. ഞാൻ പറഞ്ഞു അതുണ്ട്, അതിപ്പം എവിടെയാണെങ്കിലും ഏത് ഭഗവാനെയാണെങ്കിലും ഞാൻ വിളിക്കാറ്. എവിടെയാണെന്ന് വെച്ചാൽ ഇന്നടത്താണ് പോകേണ്ടത്, അവിടെ പോകും. വേളാങ്കണ്ണി പോകണം, വേളാങ്കണ്ണി പോകും. നാഗൂർ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ പോകും. അപ്പം ഞാൻ എവിടെ പോകണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ആളാണ്. ഞാൻ സ്പെസിഫിക് ഇതായിട്ട് വെച്ചിട്ടില്ല. ഒരു സുപ്രീം പവറിനെ ഞാൻ എപ്പോഴും ഞാൻ വിളിക്കുന്ന ആളാണ്. അങ്ങനെ ചിലപ്പോൾ എനിക്ക് കുറച്ചൊരു കഴിവ് എനിക്ക് അതിലുണ്ടാവാമെന്ന് തോന്നുന്നുണ്ട്. ശേഷമാണോ ഇതിനോട് വിശ്വാസം വന്നത്? അതിന് ശേഷമാണ് ഇതിൻ്റെ പിന്നാലെ ഞാൻ പോകാൻ തുടങ്ങിയത്. അതുവരെ അതിനൊക്കെ എതിരായിരുന്നു. ഇപ്പോൾ തികഞ്ഞൊരു ജ്യോതിഷ വിശ്വാസിയാണ്. അത് തികഞ്ഞ ജ്യോതിഷ വിശ്വാസി എന്നല്ല, അതിന് ആ ആ ശാസ്ത്രത്തിന് ശാസ്ത്രത്തോട് എനിക്ക് എതിർപ്പില്ല. എന്നുവെച്ചാൽ നമ്മൾ ജനിക്കുന്ന സമയം ശരിയാണ് എന്നുണ്ടെങ്കിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം ശരിയായിരിക്കും. ആ സമയം ശരിയാവണം. അത് റീഡ് ചെയ്യാൻ അതിനനുസരിച്ചുള്ള ഒരാളും വേണം. ഞാൻ റീഡ് ചെയ്ത് അത്രയ്ക്ക് ശരിയായിക്കൊള്ളണമെന്നില്ല. എനിക്ക് ഒരു ഓവറോൾ തിങ് എനിക്ക് പറയാൻ സാധിക്കും. സിനിമ രംഗത്ത് ഒരു നല്ല വേഷങ്ങൾ ഇനിയായിരിക്കും വരാൻ. നല്ല വേഷം ഇനിയാണ് അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. ഒരു ബെറ്റർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ത്രൂ എ ബിസിനസ്. ഏത് മേഖലയിലോ ഇറ്റ് ക്യാൻ ബി ത്രൂ എ ബിസിനസ്. ചിലപ്പം ലാൻഡ് പ്രോപ്പർട്ടിയിൽ എനിക്ക് വരുന്ന ചില അഗ്രികൾച്ചറിൻ്റെ ഇതായിരിക്കാം. അത് ഏത് രീതിയിലും ആവാം. നമ്മുടെ ബെറ്റർമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമയാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്തു, അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത വീണ്ടും ചെയ്യേണ്ടി വരുന്നു, വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എൻ്റെ ലൈൻ ഇതാ. അപ്പോൾ ഇതെൻ്റെ ലൈനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും എൻ്റെ ഒരു പ്രൊഫഷൻ ഇതാണെന്ന് ഞാൻ ജീവിതത്തിൽ ഇതുവരെ നല്ല ഒരു 5-8 കൊല്ലത്തിന് മുമ്പ്, ഇപ്പോൾ പടം ഒരുപാട് മാറിപ്പോയില്ല മലയാളം, അതുവരെ അതെൻ്റെ പ്രൊഫഷനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കുറേ പടം ചെയ്യുന്നു പോകുന്നു ഇങ്ങനെ. പിന്നെയാണ് ഞാനത് ശരിയാണല്ലേ, അവിടെ പോകുമ്പോഴേ എന്നാ സന്തോഷം എന്ന് പറയുന്നതിനൊക്കെ കാരണം ഇതല്ലേ. ഒരു ഓഫീസിൽ ചെന്നാൽ സന്തോഷം, കാര്യങ്ങൾ അവർ നടത്തിത്തരും. ബാങ്കിൽ ചെന്നാൽ കാര്യങ്ങൾ അവർ നടത്തിത്തരും. നമുക്ക് ഒപ്പ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ അത് വന്നത് സിനിമയാണ്. അപ്പോൾ എൻ്റെ ഇത്രയും കാലത്തെ ചോറ് സിനിമ തന്നെയാണ്. ഇന്ന് വന്നത് അപ്പോഴാണ്. നമ്മൾ ഇതിനിടയ്ക്ക് താങ്കളൊരു നല്ല സൗഹൃദത്തെ മറന്നുപോയി, സുരേഷ് ഗോപി. പക്ഷേ കരിയർ ഈ പറഞ്ഞ 20-ാം നൂറ്റാണ്ട് എടുക്കുമ്പോൾ അതിന് മുമ്പ് എൻ്റെ റിലേറ്റീവും കൂടെയാണ്. അതെങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ളൊരു സൗഹൃദം തുടങ്ങുന്നത്? സൗഹൃദം തുടങ്ങണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കാണുന്ന ലൊക്കേഷൻ വെച്ച് തന്നെ. ഇത് 20-ാം നൂറ്റാണ്ടിലൊക്കെ 20-ാം നൂറ്റാണ്ടല്ല, അല്ല, അതിന് മുന്നേ നമ്മുടെ തമ്പി സാറിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, യുവജനോത്സവം. അതിൽ ഇവനും മറ്റൊരു പ്രേമൻ എന്നൊരു നടനുണ്ടായിരുന്നു, അറിയോ? ഡ്രാമ പ്രേമനുമായിട്ട് ഇവർ രണ്ടുപേരും വില്ലന്മാരായിട്ട് വന്നിരുന്നു. അതിൽ സുരേഷ് ഗോപിയൊക്കെ എടുത്തിട്ടിരിക്കുന്നത് ഞാനായിരുന്നു. അടുത്ത പടം വന്നപ്പോൾ അവൻ എന്നെ ഇടിക്കാൻ തുടങ്ങി. ആദ്യം കൊടുത്തു, ഇപ്പോൾ തിരിച്ചു അല്ലേ? ഒറ്റ വാക്കിൽ സുരേഷ് ഗോപി പാവമാണോ? പാവമാണോ എന്ന് ചോദിച്ചാൽ ആരാ പാവം അല്ലാത്തത്? ഇപ്പോൾ ചിലർ രാജവെമ്പാല എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് കളിക്കുന്നില്ലേ? അത് പാവമായതുകൊണ്ടാണോ അതോ അതിന് വിഷമില്ലാത്തതുകൊണ്ടാണോ ദേഷ്യമില്ലാത്തതുകൊണ്ടാണോ? അപ്പോൾ ഒരെണ്ണത്തിനെ കൊണ്ട് നടക്കുന്നത് പോലെ ഇരിക്കും ഒരാൾ. ഇപ്പോൾ സന്തോഷിനെ കുറിച്ച് പറയുന്ന വേറൊരു വാക്കുണ്ട്, എൻ്റെ അടുത്ത ഫ്രണ്ട്സ് പറയുന്നത്, അവനെ ഗുരുവായൂർ കേശവനെ കൊണ്ടുപോകണ പോലെ ചെറു വിരലിൽ പിടിച്ചുകൊണ്ട് പോവാം, പക്ഷെ പോയി ഇടയ്ക്കരുതെന്ന് പറയും. എനിക്ക് അങ്ങേയറ്റം മാത്രമേ ഉള്ളൂ, ഇടയ്ക്കുള്ള ഇതില്ല. അതുകൊണ്ടാണ്. ഈ ബന്ധുത്വം എങ്ങനെ വരുന്നതാണ് സുരേഷിൻ്റെ ബന്ധുത്വം? അത് വീട്ടിൽ അവിടെ നിന്ന് നമ്മുടെ കാവാലല്ലേ, കുട്ടനാട് അവിടെ കൂടെ വരണ ബന്ധുവാണ്. നമ്മുടെ അമ്മയും നമ്മുടെ എം പി ഗോവിന്ദനായരില്ലേ, പഴയ മിനിസ്റ്ററൊക്കെ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ അവിടെ ആയിട്ടുള്ള ബന്ധം. എം പി ഗോവിന്ദനായരൻ്റെ വല്യച്ഛനാണ്, ഇവൻ്റെ വല്യമ്മാവനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു റിലേഷൻ. ഇടപെടാ വിളിയാണ്. ഇടപെടാന്നല്ല, ഞാൻ സുരേഷ് എന്ന് തന്നെ വിളിക്കുന്നത്. സുരേഷ് നീ എന്ന് പറഞ്ഞ സംസാരം എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല പ്രായത്തിന്. 1.5 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇടി കൊടുത്തിരുന്ന ആൾ ഇന്ന് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറായി, ഇന്നിപ്പം MP ആയി, കേന്ദ്രമന്ത്രിയാണ്. അതിപ്പം നമുക്ക് പറയാൻ പറ്റുമോ? ഓരോരുത്തരും ഓരോ ഇതിൽ വരുന്നത് കേന്ദ്രമന്ത്രിയായി എന്ന് പറയും. ഇനി ഒരു കാലത്ത് അവൻ പ്രസിഡൻ്റായിട്ട് മാറില്ല എന്ന് ആർക്കറിയാം? ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് അങ്ങനെയും കാണാം. അടുത്ത പ്രാവശ്യം ഒരു പ്രാവശ്യം കൂടെ മന്ത്രിയായാൽ അതിൻ്റെ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ പ്രസിഡൻ്റ് ആയിരിക്കും. അങ്ങനെയും വരാം. പ്രഡിക്ഷനൊക്കെ ഉണ്ടോ? പ്രഡിക്ഷനൊന്നുമല്ല, സംഭവിക്കാം. കാരണം നമ്മുടെ സൗത്തിൽ നിന്ന് ഒരു പ്രസിഡന്റ് വന്നിട്ട് ഒരുപാട് നാളായി.
അത് മാത്രമല്ല AR നാരായണന് ശേഷം അതിന് ഇപ്പൊ എല്ലാരും പറയണ അവർണരെ ആക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് കരയല്ലേ. സവർണനെ ആക്കിയിട്ട് എത്ര കാലമായി പ്രസിഡന്റായിട്ട് എന്ന് എനിക്ക് ആവശ്യപ്പെട്ടൂടെ? ഞാൻ സവർണനാണ്, എന്നാൽ സവർണനെ ഒന്നാക്കണം. സ്വാഭാവികമായിട്ട് എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് ചോദിക്കാവുന്ന കാര്യമില്ലേ? അവരും ഇവിടുത്തെ ആൾക്കാരാണല്ലോ. ഞാനൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യാസം വന്നു പോകും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമില്ല. അത് അല്ല, അങ്ങനെയാണെങ്കിൽ ഒന്ന് BJP വേറെ ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ആനുകൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ പ്രശ്നമാണ്. ആനുകൂല്യങ്ങൾ ഒരുപാട് കൊടുക്കുന്ന രാജ്യം ഒരിക്കലും നന്നാവില്ല. വികസിത രാജ്യങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ആര് കൊടുക്കണം? മണ്ടേല കൊടുത്തിട്ടുണ്ട്. BJPയുടെ ആദ്യകാല പ്രവർത്തനം എനിക്ക് തോന്നുന്നു BJP-ക്കാൾ RSS സംഘത്തിന്റെ എന്ന് പറയാം, BJP-യുടെ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും BJP-ക്ക് വേണ്ടി ഒരുപാട് വേദികളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എന്നിട്ട് ഒരു കാൻഡിഡേറ്റ്സ് എനിക്ക് കാൻഡിഡേറ്റ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് പേര് പോയതാണ്, പോയിട്ട് അത് വെട്ടിപ്പോയതാണ്. അപ്പം ചോദിച്ചാൽ അവർക്ക് വെട്ടിപ്പോയില്ലെങ്കിൽ ഒരെണ്ണം വന്നില്ല എന്നേ പറയുള്ളൂ. ദാറ്റ് ഈസ് പൊളിറ്റിക്സ്. പിന്നെ അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒന്നും സംഭവിക്കാനില്ല. ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്നും സംഭവിക്കാനില്ല. പിന്നെയും അവർ വിളിക്കുന്നത് വരണം, അവിടെ പ്രവർത്തനമുണ്ട് എന്ന് വെച്ചാൽ ഇവരെവിടെയെങ്കിലുമൊക്കെ കറങ്ങിയിട്ട് 2-3 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓടിയെത്തുമ്പോൾ അതുവരെ സ്റ്റേജിനെ പിടിച്ച് നിർത്താനായിട്ട് ഒരു സിനിമാക്കാരൻ, സാധാരണ സിനിമാക്കാർ നന്ദി നമസ്കാരം പറയുന്നതിന് പകരം ഞാൻ അവിടെ നിൽക്കും. അപ്പോൾ ഓരോ ചേട്ടാ 10 മിനിറ്റ് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ വരും. ഞാൻ അനീഷിന് വേണ്ടി പ്രസംഗിച്ച തൃശ്ശൂർ 4 സ്റ്റേജിൽ 4.5 മണിക്കൂർ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ മൊയ്തീനെതിരെ ചുമ്മാ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം എനിക്ക് കാര്യം നടത്തി തന്നത് മൊയ്തീനായിരുന്നു, മന്ത്രിയായിരുന്നു. ഒരു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ വിളിച്ച് പറഞ്ഞു ഒന്ന് കാപ്പി വാങ്ങിച്ചോണ്ടു. അപ്പം അങ്ങനത്തെ ഉപകാരം അദ്ദേഹം ചെയ്തു തന്നുണ്ട്. അത് BJP എന്ന് പറയുന്നവർ പലരും അത് ഇവിടെ വെളിയിലൊക്കെ ചെയ്യുന്നുണ്ടാവും, ഇവിടെ വന്നാലും ചെയ്യുന്ന എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഇവിടുത്തെ BJP-യിൽ എന്തുകൊണ്ട് പ്രവർത്തിക്കണില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രവർത്തിക്കാനായിട്ട് നമുക്കൊരു നല്ല നേതാവ് ഉണ്ടാവണം. BJP-യിൽ കേരളത്തിൽ ഇല്ല. കേരളത്തിൽ നല്ല നേതാവില്ല. ആരാ ഉള്ള? ഓരോ ദിവസവും ഓരോ കുറ്റം ഉന്നയിക്കുന്ന ഒരാളാണ്. ഇന്നിപ്പോൾ ഇരുന്നുകൊണ്ട് പറയും ഇന്നത്തെ ഭരണം ചീഫ് മിനിസ്റ്റർ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കുറ്റം ഉന്നയിക്കണു. അടുത്ത ദിവസം വേറൊന്നും ഉന്നയിക്കുന്നു, അതിൻ്റെ അടുത്ത ദിവസം വേറൊന്നും ഉന്നയിക്കുന്നു. അതോ ഉന്നയിച്ച സാധനത്തിനെ അത് ടേക്ക് ഓവർ ചെയ്ത് എവിടം വരെ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ കൊണ്ടുപോകണോ വേണ്ടയോ? അപ്പം മറ്റേത് ജനത്തിൻ്റെ ഇടയിൽ ഐവാഷല്ലേ അത്. അപ്പം അങ്ങനത്തെ ഒരു നേതാവിന് എന്തിനാണ് ആവശ്യം? അല്ല, ഇത് താങ്കൾ പരസ്യമായിട്ട് പേര് പറഞ്ഞില്ലെങ്കിലും K. സുരേന്ദ്രനെതിരെയുള്ള ഒരു ഒളിയമ്പാണിത്. ഞാൻ പരസ്യമായിട്ട് പേര് പറഞ്ഞില്ലെങ്കിലും K. സുരേന്ദ്രനെതിരെയുള്ള ഒളിയമ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഞാൻ പറയില്ല. ഹാൻഡ്സൊക്കെ വായിക്കാത്തിട്ട് ശബരിമലയിൽ തുപ്പിയാളെന്ന് വേണമെങ്കിൽ പറയാം, ഇരുമുടിക്കെട്ടെടുത്ത് എറിഞ്ഞ ആളാണെന്നും പറയാം. ജനം കാണിച്ചില്ല, ബാക്കി എല്ലാ ചാനലും കാണിച്ചു. ഇത് കണ്ട കാര്യമല്ലേ, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ നേതൃത്വത്തിനോട് ഇപ്പോഴും ഒരു വിയോജിപ്പുണ്ട്. കേരളത്തിലെ നേതൃത്വത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ടാണോ ഈ മണ്ഡല സ്ഥാനാർത്ഥികളുടെ പരിഗണനയിലൊന്നും വരാതെ പോകുന്നത്? തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ ഞാൻ സുരേഷ് ഗോപിയുടെ ഇതിനവിടെ വരേണ്ടതല്ലേ? എൻ്റെ ഒരു ഓട്ടം അവിടെ ഉള്ളതല്ലേ? ഞാൻ പറഞ്ഞു ക്ഷമിക്കും സുരേഷ്, ഞാൻ ഇല്ലെങ്കിലും ജയിക്കും. വോട്ട് ചെയ്തില്ലെന്നല്ല, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, സ്ഥലത്തില്ലായിരുന്നു, ഔട്ട് ഓഫ് സ്റ്റേറ്റ്. ഒരു ആഗ്രഹം വേണ്ടേ അത് ചെയ്യണം എന്നുള്ളത്? നമ്മുടെ ഒരു ഇതാണെങ്കിൽ നമ്മൾ വന്നേനെ. എന്തായാലും ആഗ്രഹം മാത്രമല്ലല്ലോ. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ആ സമയത്ത് എനിക്ക് വന്ന് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ആഗ്രഹം മാത്രമല്ല, അത് ചെയ്യാൻ പറ്റാതെ വന്നാൽ എന്നും അതെൻ്റെ മനസ്സിലൊരു വിഷമവും കൂടെയാണ്. സുരേഷിനെ വിളിച്ച് പറഞ്ഞു ആ വിഷമം ഉണ്ടാവണം. ഞാൻ പറഞ്ഞ് പ്രവർത്തിക്കാൻ വരുന്നില്ല. ഞാൻ രാത്രി ഞാൻ ഫോൺ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരുപാട് ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൻ്റെ മുഴുവൻ വോട്ടും അവിടെ വീണിരിക്കും. പാർട്ടി വേറെ ആയിരിക്കും, അത് വിട്ടോന്ന് പറഞ്ഞു. അവരുടെയൊക്കെ വോട്ടുകൾ ഞാൻ വിളിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അതിലെനിക്ക് അഭിമാനിക്കാനും പറ്റും. അത് വേറൊരുത്തനും എനിക്ക് ആരുടെയും മുമ്പിൽ സ്ഥാപിക്കേണ്ട കാര്യമില്ല. കാര്യം BJP എന്ന് പറയുന്നത് ഇവനൊക്കെ എവിടെ കൂടെ വന്നതാണെന്നറിയാം. ഇപ്പോൾ ഉള്ള കുറേ നേതാക്കന്മാർ കേരളത്തിൽ ഇതൊന്നും മറ്റേ സംഘത്തിൽ കൂടെ വന്നവനോ ഒന്നുമല്ല. ഇവരൊക്കെ വന്നത് കോളേജിലെ ABVP കഴിഞ്ഞിട്ട് കുറേ കൊടിയും പിടിച്ച് ചാടിപ്പടച്ച് പോകുന്ന കുറേ ഗ്രൂപ്പാണ്, അല്ലാതെ ഒന്നും അല്ലേ ഇത്. പക്ഷെ നാളെ ഒരു സീറ്റ് തന്നാൽ മത്സരിക്കും.